ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലിസാനുൽ ഖുർആൻ രണ്ടാമത്തെ പാഠമാണ് ഇന്ന് എടുക്കുന്നത്. കഴിഞ്ഞ പാഠം നന്നായി പഠിച്ചിട്ടുണ്ടാവും. അത് പഠിച്ചാലാണ് ഒന്നുകൂടെ ഈ പാഠം വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. ഫിയലുകളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. കഴിഞ്ഞ പാഠത്തിൽ ഫിയലിനെ കുറിച്ച് പഠിച്ചു. ആ ഫിയലിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ, രണ്ട് രൂപത്തിൽ ഫിയലുകൾ വരും. ആ വിഷയമാണ് ഇന്ന് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പാഠത്തിൻ്റെ അർത്ഥം ആദ്യം പറയാം, എന്നിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അദ്ദർസുസാനി, പാഠം 2. വ അമ്മൽ ആഖറു ഫയുസ്ലബു, പാഠത്തിൻ്റെ പേരാണ് വ അമ്മൽ ആഖറു ഫയുസ്ലബു. മറ്റേ ആൾ ഫയുസ്ലബു, അതായത് അദ്ദേഹത്തെ കുരിശിലേറ്റപ്പെടുന്നു. കാന യൂസുഫ് അലൈഹിസ്സലാം യസ്കുനു ഫി ഖസ്രി മലിക് മിസ്ര, യൂസുഫ് നബി അലൈഹിസ്സലാം ആയിരുന്നു യസ്കുനു ഫി ഖസ്രി മലിക് മിസ്ർ, മിസ്ര രാജാവിൻ്റെ കൊട്ടാരത്തിൽ താമസിക്കുകയായിരുന്നു. വക്കാന യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി ആയിരുന്നു അജ്മൽ അന്നാസ്, ജനങ്ങൾ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ആയിരുന്നു. വക്കാന തിമ്രത്തുൽ മലിക്കി ഐലൻ, രാജാവിൻ്റെ ഭാര്യയും ജമീലത്ത് നല്ല ഭംഗിയുള്ളവരായിരുന്നു. റാത്ത യോമിൻ, ഒരു ദിവസം തൊലബത്ത് മീ യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിൽ നിന്ന് അവൾ ആവശ്യപ്പെട്ടു അൽ ഫാഹിഷത്ത, മോശപ്പെട്ട കാര്യങ്ങൾ, ചീത്ത കാര്യത്തിന്. വല്ലഖത്തിൽ അബ്വാബ്, അവൾ വാതിലടക്കുകയും ചെയ്തു. ഫഅബ, അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം വിസമ്മതിച്ചു. വഖാല, യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മഅദല്ലാഹ്, അല്ലാഹു ഞാൻ കാവലിനെ ചോദിക്കുന്നു, തേടുന്നു. വവജദ ലദൽ ബാബി, വാതിലിനരികിന് രണ്ടാളും എത്തിച്ചു. സൗജഹ, അവളുടെ ഭർത്താവിനെ. ഫഖാലത്ത് ലഹു, അപ്പോൾ അവൾ ഭർത്താവിനോട് പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു, മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅൻ, നിന്റെ അഹ്ലിനോട്, ഭാര്യയോട് ചീത്ത കാര്യം ഉദ്ദേശിച്ച ആൾക്ക് ശിക്ഷയില്ല, പ്രതിഫലമായിട്ടില്ല. ഇല്ല അൻ യുസ്ജന, അവൻ എന്ത് ചെയ്യുക, ജയിലടക്കപ്പെടുകയോ ഔ അദാബുൻ അലീം, എങ്കിൽ വേദനിക്കുന്ന ശിക്ഷ കൊടുക്കുകയല്ല, ശിക്ഷയല്ലാതെ വേറെ അവർക്ക് ശിക്ഷയില്ല, വേറെ പ്രതിഫലമായിട്ട് വേറൊന്നുമില്ല. ഫഖാ യൂസുഫ് അലൈഹിസ്സലാം, അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹിയ റാവദത്നി അൻ നഫ്സി, അവളാണ് എന്നെ വശീകരിച്ചത്. സുമ്മ ഖാലത്ത്, പിന്നെ അവൾ പറഞ്ഞു, ലിനസ്വത്തിൻ ഫിൽ മദീനത്തി, പട്ടണത്തിലുള്ള സ്ത്രീകളോട് അവൾ പറഞ്ഞു, വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി, ഞാൻ യൂസുഫ് നബിയെ എന്തായി ആഗ്രഹിച്ചു, വശീകരിച്ചു. ഫസ്തഅസമ, അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം വിസമ്മതിച്ചു. ഫസ്തഅസമ, യൂസുഫ് നബി അലൈഹിസ്സലാം വിസമ്മതിച്ചു. വലഇൻ ലം യഫ്അൽ മാ ആമുറുഹു, ഞാൻ കൽപ്പിക്കുന്നത് യൂസുഫ് നബി ചെയ്യില്ലെങ്കിൽ ല യുസ്ജനന്ന, യൂസുഫ് നബിയെ എന്താകും, ജയിലടക്കുക തന്നെ ചെയ്യും. ഫതളറ യൂസുഫ് അലൈഹിസ്സലാം ഇലല്ലാഹ്, അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തായ്മയോട് അപേക്ഷിച്ചു, ചോദിച്ചു, പ്രാർത്ഥിച്ചു. എന്താ? ഖാല, യൂസുഫ് നബി പറയാണ്, റബ്ബി, എൻ്റെ രക്ഷിതാവേ, അസ്സിജുനു അഹബ്ബു ഇലയ്യ, ജയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മിമ്മ യദ്ഊനനി ഇലൈഹി, എന്നെ ആ തെറ്റിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ജയിലാണ്. ഫസ്തജാബ ലഹു റബ്ബുഹു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല യൂസുഫ് നബി അലൈഹി സ്വലാമിന് ഉത്തരം നൽകി. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ഫസുജീന, അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ജയിലടക്കപ്പെട്ടു. ഇനി അടുത്ത പേജ് നോക്കൂ. വദഖല മഅഹു, യൂസുഫ് നബിയോട് കൂടെ പ്രവേശിച്ചു അസ്സിജ്ന, ജയിലിൽ, ഫതയ, രണ്ട് ചെറുപ്പക്കാർ. ഖാല അഹദുഹുമ, അവരിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു, ലി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അതിനോട് പറഞ്ഞു, ഇന്നി അറാനി അസിറു ഖംറ, ഞാൻ എന്നെ കള്ള് പിഴിയുന്നതായിട്ട് ഞാൻ എന്നെ സ്വപ്നത്തിൽ കണ്ടു. വഖാൽ ആഖറു, മറ്റേ വ്യക്തി പറഞ്ഞു, ഇന്നി അറാനി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സൻ തഅകുലു ത്വയ്റു മിൻഹു, ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എൻ്റെ തലയിൽ റൊട്ടി ഉണ്ട്, അതിൽ നിന്ന് ഒരു പക്ഷി വന്ന് കഴിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. വകാന യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം ആയിരുന്നു ആലിമൻ ബി തഅ്വീൽ റുയ, സ്വപ്ന വ്യാഖ്യാനത്തെ സംബന്ധിച്ചുള്ള അറിവുള്ള ആളായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. ഫഖാല ലഹുമ, അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം അവർ രണ്ടോടും പറഞ്ഞു, അമ്മ അഹദുക്കുമ, നിങ്ങളിൽ നിന്ന് ഒരാൾ ഫയസ്ഖി റബ്ബഹു ഖംറ, അവൻ്റെ യജമാനക്ക് കള്ള് എന്താവും കുടിപ്പിക്കും. വ അമ്മൽ ആഖറു, മറ്റേ വ്യക്തി ഫയുസ്ലബു, അയാളെ കുരിശിലേറ്റപ്പെടും. ഫതഅകുലു ത്വയ്റു മിൻ റഅസിഹി, അങ്ങനെ അയാളെ തലയിൽ നിന്ന് പക്ഷി എന്താവും തിന്നും. കുരിശിലേറ്റിയിട്ട് അതിനുശേഷം പക്ഷി വന്നിട്ട് അയാളെ തല കൊത്തി കുറച്ചെന്താവും തിന്നും എന്നാണ് പറയുന്നത്. ഫഹുക്കിമ,
ബിൽ അഫ്വി അനിൽ അവലി. അങ്ങനെ ഒന്നാമത്തെ വ്യക്തിക്ക് എന്തായി മാപ്പ് കൊടുത്തുകൊണ്ടുള്ള വിധി വന്നു. ഹുക്കിമ വിധിക്കപ്പെട്ടു എന്നല്ല. അപ്പോൾ ഉഖരി ജമിന സിജിനി, അങ്ങനെ ജയിലിൽ നിന്ന് അദ്ദേഹത്തെ പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ സോറ സാഖി അൽ മാലിക്, അദ്ദേഹം രാജാവിൻ്റെ സേവകനായി അദ്ദേഹം. വഖുത്തിലൽ ആഖറു, മറ്റേ വ്യക്തിയെ കൊല ചെയ്യപ്പെട്ടു. വസുലിബ, എന്നിട്ട് കുരിശിലേറ്റപ്പെട്ടു. ഇതാണ് ഈ പാഠത്തിന് അർത്ഥം. ഇനി നമുക്കിത് പഠിക്കാനുള്ളത് ആ പച്ച നിറത്തിലുള്ള കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ടല്ലേ, അതൊക്കെയും ഫിഅലുകളാണ്. അതിന് താഴെ ഇപ്പോൾ ഈ പറഞ്ഞതിന് താഴെ ഒരു കള്ളി കണ്ടില്ലേ, ഒരു പട്ടിക. നുലാഹിദു അൽ ജദ്വൽ അല്ലേ, നുലാഹിദു അൽ ജദ്വൽ എന്നാണ് പട്ടിക. നമുക്ക് ശ്രദ്ധിക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിശദീകരിക്കാം. എന്താ പട്ടികയുള്ളത്? സജന അൽ മലിക്കു യൂസുഫാണ്. സജന ജയിലിലടച്ചു, അൽ മലിക്കു രാജാവ്, യൂസുഫ് നബിയെ ജയിലടച്ചു. കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിരുന്നു ഫായില് മഫ്ഊല് പഠിച്ചിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ ജയിലടക്കുക എന്നുള്ളതാണ് ഇവിടെ ഫിയല്. മലിക്കു ആ ജയിലടച്ച രാജാവ്, അതുകൊണ്ട് ഫായിലായി. യൂസുഫ് എന്നാണ് അത് അല്ലേ. ആരും ജയിലടച്ചത്, പ്രവർത്തനം അവരുടെ മേലുണ്ടായത്, അവർക്കെല്ലാം മഫ്ഊൽ എന്ന് പറയും. യൂസുഫ് എന്നാണ് മഫ്ഊൽ. ഇനി ഇപ്പോൾ നോക്കി സുജീന യൂസുഫു, അതേ വേടനെ, പക്ഷേ ഹർക്കത്തുകൾക്ക് ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ. വായിക്കുമ്പോൾ സജ്ജനായാണ് ഇവിടെ വെച്ചത്, ഇവിടെ സുജീന ജയിലിൽ അടക്കപ്പെട്ടു എന്ന് അർത്ഥം ശ്രദ്ധിക്കണം. സജ്ജനാണ് ജയിലിൽ അടച്ചു, സുജീന ജയിലിൽ അടക്കപ്പെട്ടു. ആരെ? യൂസുഫ് നബിയെ ജയിലിൽ അടക്കപ്പെട്ടു. അപ്പോൾ തമ്മിൽ എന്താ വ്യത്യാസം മനസ്സിലായോ? ഇവിടെ ജയിലിൽ അടച്ച വ്യക്തിയെ പറഞ്ഞിട്ടുണ്ട്, അത് ഫായിലിനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഫായിലിനെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ നോക്കൂ, യസ്ജുനുൽ ഹാക്കിമോ അൽ മുജ്മിറ. യസ്ജുനുൽ ഹാക്കിമോ അല്ലേ, ജഡ്ജി, ഹാക്കിം എന്നാണ് ജഡ്ജി, ജയിലടക്കും. അൽ മുജ്രിമ അക്രമിയ. യുസ്ജനുൽ മുജ്രിമു, അക്രമിയെ ജയിലടക്കപ്പെടും. ഇവിടെ ജയിലടക്കും എന്ന് പറഞ്ഞു, ഇവിടെ ജയിലടക്കപ്പെടും എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് പറഞ്ഞു? ഫായിലിനെ പറഞ്ഞു, ഇവിടെ ജയിലടച്ച ആ ഫായിലിനെ പറഞ്ഞിട്ടില്ല അല്ലേ. ആ ജയിലടക്കുക എന്നുള്ള ആ പ്രവർത്തനം ചെയ്ത ആളെ വ്യക്തി, അതാണ് ഫായിൽ എന്ന് പറഞ്ഞാൽ, ആ ഫായിലിനെ പറഞ്ഞില്ല. ഇനി താഴെ നോക്കൂ, അൽ ബഹ്സു ചർച്ച. അൽ ഫിഅലുൽ മുലവ്വനതു ബിൽ ലൗനിൽ അഹ്മരി ഫിൽ ജദ്വലി യുസ്നദു ഇലാ ഫാഇലിഹി. ഈ പട്ടികയിൽ ചുവപ്പ് നിറത്തിലുള്ള കുറച്ച് വാക്കുകൾ, ഫിഅലുകൾ, യുസ്നദു ഇലാ ഫാഇലിഹി, അതിന് ഫായിലേക്ക് എന്തായിട്ടുണ്ട്? ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലൊക്കെ അല്ലേ, സജാനം ഫായിലേക്ക് എന്തായി? അതിന് ഫായിലായ മലിക്കിലേക്ക് ചേർത്ത്. അപ്പോൾ യസ്ജുന ഹാക്കിമിലേക്ക് ചേർത്തു അല്ലേ, ഫായിലേക്ക് ചേർത്തു. ഹാദൻ നൗഉ മിനൽ ഫിഅലി, ഈ ഫിഅൽ എന്നുള്ള ഈ ഒരു വിഭാഗം ഇനത്തിനക്ക് യുസമ പറയപ്പെടും ബിൽ ഫിഅൽ അൽ മുദാരി അൽ മഅറൂഫ്. അൽ ഫിഅലുൽ മഅറൂഫ് എന്നാണ് അതിന് പറയപ്പെടുക. എന്താണ് പറയുക? ഫിഅലുൽ മഅറൂഫായ ഫിഅൽ എന്ന് പറയും. രണ്ടാമത്തെ അൽ ഫിഅലുൽ മുലവ്വനതു ബിൽ ലൗനിൽ അഖ്ളർ, പച്ച നിറത്തിലുള്ള ആ ഫിഅലുകൾ ഫിൽ ജദ്, പട്ടികയിൽ പച്ച നിറത്തിലുള്ള ഫിഅലുകൾക്ക് ലാ യുസ്നദു ഇലാ ഫാഇലിഹി, അതിന് ഫായിലേക്ക് ചേർക്കപ്പെട്ടില്ല. ഇവിടെ ഫായിലിനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഫായിലിനെ പറഞ്ഞിട്ടില്ല, ഫായിലേക്ക് ചേർക്കപ്പെട്ടില്ല. ബൽ പിന്നെ യുഖാമുൽ മഫ്ഊലു ബിഹി മഖാമൽ ഫാഇലി, ഫായിലിൻ്റെ സ്ഥാനത്ത് മഫ്ഊലാണ് നിന്നത്. ഇവിടെ മഫ്ഊലായത്, ഇവിടെ മജൂൽ ആയപ്പോൾ ആ ഫായിലിൻ്റെ സ്ഥാനത്ത് മഫ്ഊൽ നിന്നു. വഹാദൻ നൗഉ മിനൽ ഫിഅലി, ഫിഅലിൽ നിന്നുള്ള ഈ ഒരു ഇനത്തിന് യുസമ്മ അൽ ബിൽ ഫിഅൽ മജ്ഹൂൽ, അതിനെന്ത് പറയും? മജ്ഹൂലായ ഫിഅൽ എന്നാണ് പറയുക. അപ്പോൾ ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത് ചുരുക്കി പറയുകയാണെങ്കിൽ ഫിഅലുകൾ രണ്ട് വിധമാണ്. ഒന്ന് മഅറൂഫ് ഉണ്ട്, മറ്റൊന്ന് മജ്ഹൂൽ എന്നാണ്. മഅറൂഫ് ആയ ഫിഅൽ എന്ന് പറഞ്ഞാൽ ഫായിലിനെ പറയപ്പെട്ടിട്ടുണ്ടാവും, അതാണ് മഅറൂഫ് ആയ ഫിഅൽ. മജ്ഹൂലായ ഫിഅൽ എന്ന് പറഞ്ഞാൽ ഫായിലിനെ, ആ ക്രിയ, ആ പ്രവർത്തനം ചെയ്ത വ്യക്തിയെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത് കുറേ ഉദാഹരണങ്ങൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ജയിലടച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മലിക് രാജാവിനെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഫായിലാണ്. ഇവിടെ ജയിലടക്കപ്പെട്ടു എന്നല്ലേ, അവിടെ ഫായിലിനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായി? അതിൻ്റെ സ്ഥാനത്ത് മഫ്ഊലിനെ പറഞ്ഞത്, ഫായിലിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ ഈ ഫിഅലിനൊക്കെ എന്ത് പറയും? മജ്ഹൂൽ എന്ന് പറയും. ഈ എങ്ങനെ ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അടുത്ത പേജിൽ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഈ പേജ് ശ്രദ്ധിക്കുക. 4 പോയിന്റുകൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞ ആ മഅറൂഫായ ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മജ്ഹൂലായ ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ മഅറൂഫായ ഫിഅലിനെ മജ്ഹൂലാക്കും, അത് മാദിയായതിലും മുദാരിയായതിലും എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിന് പറയുന്നത്. അൽ ഫിഅലുൽ മഅറൂഫായ ഫിഅൽ ഹുവ, മഅറൂഫായ ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ. ആ എന്താണ് ചോദിച്ചാൽ ഹുവൽ ഫിഅലുൽ ലദി യുസ്നദു ഇലാ ഫാഇലിഹി, ഫായിലേക്ക് ചേർക്കപ്പെടുന്ന ഫിഅലാണ് കാണുന്നത്. ഹുവ, അത് മഅറൂഫായ ഫിഅൽ എന്നാൽ ഫിഅൽ അല്ലതി, അങ്ങനത്തെ ഫിഅൽ യുസ്നദു ഇലാ ഫാഇലിഹി, അതിൻ്റെ ഫായിലേക്ക്, അപ്പോൾ ഫായിലേക്ക് ചേർക്കപ്പെടുന്ന ഫിഅലാണ് എന്ത് പറയുക? മഅറൂഫായ ഫിഅൽ എന്ന് പറയുക.
മജ്ഹൂൽ അൽ ഫിഅലുൽ മജ്ഹൂൽ. മജ്ഹൂലായ ഫിഅൽ എന്ന് പറഞ്ഞാൽ ഹുവ അത് അൽ ഫിഅലുല്ലദി ലാ യുസ്നദു ഇലാ ഫാഇലിഹി. ഒരു ഫിഅലിനെ അതിൻ്റെ ഫായിലേക്ക് ചേർക്കപ്പെടാത്ത ഫിഅൽ, അതിനേക്കാണ് എന്ത് പറയുന്നത് മജ്ഹൂലായ ഫിഅൽ എന്ന് പറഞ്ഞാൽ. ഇനി എങ്ങനെ മഅറൂഫായ ഫിഅലിനെ മജ്ഹൂലാക്കുക എന്നുള്ള രണ്ട് രൂപങ്ങൾ. ഒന്നും ഫിഅലുകൾ രണ്ട് രൂപമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ താഴെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മാലി മുലാരി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ മാലിയായ ഫിഅലിനെ മഅറൂഫായ ഫിഅലിനെ എങ്ങനെ മജ്ഹൂലാക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കട്ടോ. അപ്പോൾ യസീറുൽ ഫിഅലുൽ മാലി അൽ മഅറൂഫായ മാലിയായ ഫിഅലാകും മജ്ഹൂലാകും. മഅറൂഫായ ഫിഅൽ മാലിയായ ഫിഅൽ മജ്ഹൂലാകും. എങ്ങനെ? ആ രൂപമാണ് ബി ലൊമ്മിൽ ഔവലി, ഒന്നാമത്തെ അക്ഷരത്തിനക്ക് ലൊമ്മ ചെയ്യക്കൊണ്ടും വ കസ്രി മാ ഖബലൽ ആഖിരി, അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനക്ക് എന്ത് ചെയ്യാം? കസ്ർ ചെയ്യാം. അപ്പോൾ ഇനി ചോദിച്ചാൽ പറയാൻ കിട്ടണം മാലി മഅറൂഫായ ഫിഅലിനെ എങ്ങനെ മജ്ഹൂലാക്കുക എന്ന് ചോദിച്ചാൽ ആദ്യത്തെ അക്ഷരത്തിനക്ക് ലൊമ്മും അവസാനത്തിൻ്റെ മുൻപുള്ള അക്ഷരത്തിനക്ക് കസ്റും ചെയ്യപ്പെട്ടുകൊണ്ടുണ്ടാവും. മാലി മഅറൂഫായ ഫിഅൽ മജ്ഹൂലാകും. ഉദാഹരണം നോക്കുക. കതബ എന്ന ഫിഅൽ മഅറൂഫാണ്, മാലി മഅറൂഫാണ്. കുത്തിബ എന്നതിന് മജ്ഹൂൽ, മാലി മജ്ഹൂലായ ഫിഅലുകൾ. എന്താ വ്യത്യാസം കതബിന് കുത്തിബയിലേക്ക്? ആദ്യത്തെ അക്ഷരത്തിനക്ക് ലൊമ്മ കൊടുത്തു, അവസാനത്തിന് മുമ്പുള്ള അക്ഷരം അതായത് താനിക്ക് എന്ത് ചെയ്തു? കെസർ കൊടുത്തു. അപ്പോൾ എന്താ കതബ എന്നുള്ളത് കുത്തിബയായി. ഇനി അക്രമ എന്നുള്ളത് ഇത് ഇത്ര അക്ഷരങ്ങൾ, 4 അക്ഷരങ്ങളുണ്ട് അല്ലേ, 4 ഹർഫുകളുണ്ട്. ഇതിൽ ആദ്യത്തെ അക്ഷരം ഏതാ? ഹംസ്. അപ്പോൾ ആ ഹംസിനക്ക് എന്ത് ചെയ്തു? ലൊമ്മ എടുത്തു. ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരം ഏതാ? റാ ആണ്. റാ എനിക്ക് കെസറും നൽകി. അപ്പോൾ എന്താ അക്രമ എന്നുള്ളത് ഉഖിരിമ എന്നായി. ഇനി ഇതുപോലെ മറ്റുള്ള കുറേ ഫിഅലുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? മജ്ഹൂലാക്കി നോക്കണം. മഅറൂഫായ ഫിഅലുകൾ എടുത്തിട്ട് മജ്ഹൂലാക്കി നോക്കിയാൽ ഒന്നുകൂടി ഉപകാരപ്പെടും. ഇൻഷാ അല്ലാഹ് തദ്രീബാത്തിൽ ഇതിൻ്റെ പ്രാക്ടിക്കൽ വരുന്നുണ്ട്. ഇനി യസീറുൽ ഫിഅൽ മുളാരിൻ മഅറൂഫ്, മഅറൂഫായ മുളാരിയായ ഫിഅലാകും മജ്ഹൂലാകും. അപ്പോൾ മഅറൂഫായ മുളാരിയ ഫിഅൽ മജ്ഹൂലാകും. എങ്ങനെ? ബി ലൊമ്മിൽ ഔവലി, ഒന്നാമത്തെ ഹർഫിന് അക്ഷരത്തിന് ലൊമ്മ ചെയ്യൽ കൊണ്ടും വ ഫത്ഹി മാ ഖബലൽ ആഖിരി, അവസാനത്തിൻ്റെ മുൻപുള്ളതിനക്ക് ഫത്ഹ് ചെയ്യൽ കൊണ്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. രണ്ടിലും ആദ്യത്തെ അക്ഷരത്തിനക്ക് എന്താണ്? ലൊമ്മ ചെയ്യലാണ്. പക്ഷേ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനക്ക് മുളാരിയയിൽ എന്ത് ചെയ്യും? ഫത്ഹാണ്, മാലിയിൽ കെസ്റായിരിക്കും ഉണ്ടാകുക കേട്ടോ. അപ്പോൾ ബി ലൊമ്മിൽ ഔവലി, മുളാരിയായ മഅറൂഫായ ഫിഅലിനെ മജ്ഹൂലാക്കുന്ന രൂപമാണ് ബി ലൊമ്മിൽ ഔവലി, ഒന്നാമത്തെ അക്ഷരത്തിനക്ക് ലൊമ്മും ഫത്ഹി മാ ഖബലൽ ആഖിരി, അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനക്ക് ഫത്ഹും ചെയ്യലുണ്ട്. ഉദാഹരണക്ക് യക്തുബു, അതിനാദ്യത്തെ അക്ഷരം യാ ആണ്, അവസാനത്തിന് മുമ്പുള്ള അക്ഷരം താ. അപ്പോൾ ഇത് മജ്ഹൂലാക്കുമ്പോൾ എങ്ങനെ ചെയ്യും? ഈ ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരമായ താഴേക്ക് എന്ത് ചെയ്തു? ഫത്ഹും നൽകി. നമുക്ക് തദ്രീബാത്ത് നോക്കാം. നുഹവ്വിലു അൽ ഫിഅല അൽ മുളാരി الفعل الماضي المعروف للمجهول كما في المثال എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്താ? ഉദാഹരണം തന്നതുപോലെ മജ്ഹൂലിലേക്ക് മഅറൂഫായ മാദി മഅറൂഫായ ഫീലിനെ മാറ്റാനാണ്. ഫഅല എന്നുള്ള മാദി മഅറൂഫായ ഫീലിനെ എന്താക്കി? ഫുഇലാനാക്കില്ലേ, മജ്ഹൂലായ സിയാക്കി പദമാക്കി. എന്ത് മാറ്റിയത്? ഫഅലിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ളതിന് കസ്റും കൊടുത്തു. ഈ നസറ എന്നതിൻ്റെ മജ്ഹൂൽ എങ്ങനെയായിരിക്കും? ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായി? അതെ, മാദിയാണ് നസറ എന്നുള്ളത് മഅറൂഫാണ്, അതിനെ മജ്ഹൂലാക്കണം. എന്നെ മജ്ഹൂലാക്കി രൂപമാണ്. അതെ, ആദ്യത്തെ അക്ഷരമായ അതായത് നൂനിക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരമായ സ്വാദിനിക്ക് എന്ത് ചെയ്യും? കെസറും കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? നുസിറ എന്നായി. നുസിറ എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. ഇനിയാണ് നമുക്ക് ഫതഹ. നോക്ക്, ആദ്യത്തെ അക്ഷരത അപ്പോൾ ആദ്യത്തെ അക്ഷരക്ക് ലൊമ്മ കൊടുക്കുക, അവസാനത്തിന് മുമ്പുള്ള അക്ഷരത താ ആണ്, താനിക്ക് എന്ത് ചെയ്യുക? കെസർ കൊടുക്കുക. അപ്പോൾ അതിന് മജ്ഹൂലാണ്. ഫതഹ എന്ന മഅറൂഫായ ഫീൽഡിൻ്റെ എന്ത് മജ്ഹൂൽ അങ്ങേക്കരം ഫുതിഹ എന്നായിരിക്കും അല്ലേ. ഇനി ലറബ, ആദ്യത്തെ അക്ഷരത ലോദ്, അപ്പോൾ മജ്ഹൂലാക്കി എങ്ങനെ ആയിരിക്കും? ആദ്യത്തെ അക്ഷരക്ക് ലൊമ്മും അവസാനത്തെ മുമ്പുള്ള അക്ഷരം ഇതിൻ്റെ റാനിക്ക് കെസറും കൊടുക്കുന്നുണ്ടോ? ലൊരിബ ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ലൊരിബ എന്ന് മജ്ഹൂലായിരിക്കണം. ഇനി അത്തുലഖ, ഇതിൽ ആദ്യത്തെ അക്ഷരത ഹംസ അല്ലെ, അലിഫാണ്, അതിനൊക്കെ ലൊമ്മ കൊടുക്കുക, അവസാനത്തിന് മുമ്പുള്ള അക്ഷരമായ ലാമിനക്ക് കെസറും കൊടുക്കുക. അപ്പോൾ എന്തായി? ഉത്തുലിഖ എന്ന്, ഉത്തുലിഖ. ഇനി അടുത്ത പേജ് എല്ലാവരും മറിക്കുക. രണ്ടാമത്തെ പ്രവർത്തനം എന്താ? നുഹവ്വിലുൽ ഫിഅല അൽ മുളാരി അൽ മഅറൂഫ് ഇല മജ്ഹൂലി കമാ ഫി മിസാൽ. നേരത്തെ മാദിയുടെ ചെയ്ത് ഇനി നമുക്ക് മുളാരിയായ ഫീലിനെ മഅറൂഫായ മുളാരിയായ ഫീലിനെ എങ്ങനെ മജ്ഹൂലാക്കാം എന്ന് നോക്കാം. യഫ്അലു, ഇത് മുളാരിയായ ഫീലാണ്, അതിന് മജ്ഹൂലായ പദമാണെന്ത്? യുഫ്അലു എന്നുള്ളത്. യഫ്അലുവിൻ്റെ എന്താണ് ചെയ്തത്? ആദ്യത്തെ അക്ഷരത്തിനക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനക്ക് എന്ത് ചെയ്തു? ഫത്ഹും നൽകി. അപ്പോൾ യഫ്അലു എന്നതിൻ്റെ മജ്ഹൂലാണിത് യുഫ്അലു. ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. യഫ്തഹു മുളാരി മഅറൂഫായ ഫീലാണ്, അതിൻ്റെ മജ്ഹൂൽ എന്തായിരിക്കും? ആദ്യത്തെ അക്ഷരത്തിനക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനക്ക് എന്ത് ചെയ്യുക? ഫത്ഹും നൽകുക. അപ്പോൾ എന്തായി? യുഫ്തഹു എന്ന് ആയിരിക്കും അതിൻ്റെ മജ്ഹൂലായ സിഗ പദം. ഇനി യദ്രിബു, അതിൻ്റെ മജ്ഹൂൽ എന്തായിരിക്കും? അതെ, ആദ്യത്തെ അക്ഷരത്തിനക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനക്ക് ഫത്ഹും നൽകുക. അപ്പോൾ യുദ്റബു എന്നാകും. ഇനി യൻസുറുവിൻ്റെ മജ്ഹൂലായ പദം എന്തായിരിക്കും? യൻസുറു എന്ന മഅറൂഫായ മുളാരിയ ഫീൽ മജ്ഹൂൽ യുൻസറു എന്നായിരിക്കും അല്ലേ. ആദ്യത്തെ അക്ഷരത്തിനക്ക്
ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരമായ സ്വാദിനിക്ക് ഫത്തുഹും നൽകുക. അപ്പോൾ എന്തായി യുൻസറു എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. ഇനി യന്തളിറു, അപ്പോൾ ആദ്യത്തെ അക്ഷരത്തിനേക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനേക്ക് ഫത്തുഹും നൽകിയാൽ യുൻതളറു എന്നാവും. മനസ്സിലായോ? ഇനി താഴത്ത് മൂന്നാമത്തെ പ്രവർത്തനം നോക്കുക. നക്ഷിഫുൽ അഫ്ആല. നക്ഷിഫുൽ അഫ്ആല ഫിയലുകൾ എന്ത് ചെയ്യുക നമുക്ക് നോക്കാം. ഫിയലുകളെ അൽ മജ്ഹൂല, മജ്ഹൂലായ ഫിയലുകളെ മേനസ്സി അല്ലേ, പാഠത്തിൽ നിന്ന് മജ്ഹൂലായ ഫിയലുകൾ എന്ത് ചെയ്യണം നമുക്ക് മനസ്സിലാക്കി എഴുതാം. പാഠത്തിൽ കുറേ മജ്ഹൂലായ ഫിയലുകൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതെ, എന്നിട്ട് അതിന് ഇവിടെ എന്ത് ചെയ്യാം എഴുതാം. അൽ മാദി അൽ മജ്ഹൂൽ, അൽ മുലാരി മജ്ഹൂൽ. മാദി മജ്ഹൂലായതിന് ഇവിടെ എഴുതുക, മുലാരി മജ്ഹൂലായതിനെ ഇവിടെയും എഴുതുക. എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഫസ്റ്റ് പേജിൽ എല്ലാവരും മറിച്ചോ നോക്കുകയാണെങ്കിൽ യുസ്ജന എന്നുണ്ടല്ലേ. ഒന്നാമത്തെ എന്താ യുസ്ജന, ഇതേതാ മാദി മാറൂഫാണോ അതുപോലെ മുലാരി മജ്ഹൂലായ അല്ലേ, മാദി മജ്ഹൂലാണോ അതും എന്ത് മുലാരി മജ്ഹൂലാണത്. ഈ നമ്മൾ പഠിച്ച ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ അക്ഷരത്തിനക്ക് ലൊമ്മും അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിനക്ക് എന്താ ഇവിടെ ഫത്തുഹാണുള്ളത് അല്ലേ. അപ്പോൾ ഏതിലാ? അതെ മുലാരിയാണ്, മജ്ഹൂലായ മുലാരിയായ ഫീലാണ്. ഇനി ഇവിടെ നോക്കണേ സുജീന, എന്താണ് സുജീന, ഇത് മാദിയാണോ മാദി മജ്ഹൂലാണോ അതോ മുലാരിയായ മജ്ഹൂലാണോ? ആദ്യത്തെ അക്ഷരത്തിനക്ക് എന്താ ഇവിടെ ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനക്ക് കെസ്റുമാണുള്ളത്. അപ്പോൾ എന്തായിരിക്കും? അതെ മാദി മജ്ഹൂലാണ് അല്ലേ. ഇനി അപ്പുറത്തെ പേജ് നോക്കണേ എല്ലാവരും. ഓക്കെ മറിച്ചില്ല എന്താ ഉള്ളത് ഇതിൽ? അതെ ഫയുസുലബു എന്നുണ്ട് അല്ലേ. അതെ ആദ്യത്തെ അക്ഷരത്തിനക്ക് എന്താ ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനക്ക് ഫത്തുഹ ഉള്ളത്. അപ്പോൾ ഏതാണത്? മജ്ഹൂലാണ്, മാദി അല്ലെ മുലാരി മജ്ഹൂലായ ഫിഅലാണിത്. ഇനി അടുത്ത് നോക്കി ഹുക്കിമാന, ആദ്യത്തെ അക്ഷരത്തിനക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനക്ക് കെസ്റും. അപ്പോൾ ഇതെന്താ? മാദി മജ്ഹൂലാണ് അല്ലേ. ഇനി ഉഖ്രിജ, ആദ്യത്തെ അക്ഷരത്തിനക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനക്ക് കെസ്റും ആണത്. അപ്പോൾ ഇതാ അത് മാദി മജ്ഹൂൽ. ഇനി ഖുതില, ഏതാ ആദ്യത്തെ അക്ഷരത്തിനക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനക്ക് കെസ്റും ആണ്. അപ്പോൾ ഇതാണ് മാദി മജ്ഹൂലാണ്. ഇനി സുലിബ, ആദ്യത്തെ അക്ഷരത്തിനക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനക്ക് കെസ്റും ആണത്. അപ്പോൾ ഏതാ? മാദി മജ്ഹൂൽ. ഓക്കെ, ഇനി നാലാമത്തെ പ്രവർത്തനം എല്ലാവരും നോക്കി. നുകമ്മിലു ബിസ്സഹീഹി മിമ്മാ ബൈനൽ ഖൗസൈൻ അല്ലേ. ഈ ബ്രാക്കറ്റിൽ നിന്ന് ശരി ഉത്തരം എന്ത് ചെയ്യാം എഴുതി ഇവിടെ പൂരിപ്പിക്കാനാണ്. അതായത് ഫിയലുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് ഏതാണ് ഇവിടെ വേണ്ടല്ലേ. ഇവിടെ എന്താ ഹബലു എന്നുണ്ട്. ഹബലുന്ന കയറ് എന്നാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കുത്തിയ ഇതിലേതായിരിക്കും ഇവിടെ എഴുതി കൊടുക്കേണ്ടത് നോക്കുക. പഠിച്ചതനുസരിച്ച് നോക്കി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ അക്ഷരത്തിനൊക്കെ ലൊമ്മും പിന്നെ അവസാനത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിനൊക്കെ കെസ്റു അല്ലേ. അതെ അതാണ് മാദിയാണ്. ഈ ഫിയലുകളൊക്കെ എന്താണ്? മാദിയായ ഫിയലുകളാണ്. മാദി മജ്ഹൂലിൻ്റെ രൂപം പഠിച്ചല്ലോ. ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റും. അപ്പോൾ ഏതാ പിന്നെ കുത്തിയ എന്നാണ് ഇവിടെ വേണ്ടത് അല്ലേ. അപ്പോൾ കുത്താ തെറ്റാണ്, കത്തിയ എന്നതും തെറ്റാണ്. ഇനി രണ്ടാമത്തെ ത്വാമു ഭക്ഷണം എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കുത്തിയ അല്ല ഹബുലു, കയറ് മുറിക്കപ്പെട്ടു അല്ലേ. കയറ് മുറിച്ചു എന്നൊക്കെ, കയറ് മുറിച്ചു. ഇനി ആ ത്വാമു ഭക്ഷണം എന്നാ. എന്താ? യുസ്നഉ യുസ്നിഉ യുസ്നുഉ, മൂന്ന് രൂപം. ഇത് മജ്ഹൂലായ മുലാരിയായ ഫിയലാണ്. അതിൻ്റെ രൂപം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ അക്ഷരത്തിനക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനക്ക് എന്താ? കെസ്റോ അല്ല, പിന്നെ ഫത്ഹാണല്ലേ. അപ്പോൾ യുസ്നഉ എന്നാണ് ശരി ഉത്തരം. അപ്പോൾ യുസ്നഉ ത്വാമു ഭക്ഷണം ഉണ്ടാക്കി. പിന്നെ അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ. നുഹവ്വിലുൽ ഫിഅലൽ മഅറൂഫ് അല്ലദീ ബൈനൽ ഖൗസൈനി ഇലൽ മജ്ഹൂലി വനുകമ്മിലു ബിഹി അൽ ഫറാഗാൻ. മഅറൂഫായ ഫിഅലിനെ ഇവിടെ തന്നിട്ടുള്ളത്. ആ മഅറൂഫായ ഫിഅലിനെ മജ്ഹൂലാക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യാം പൂരിപ്പിക്കാൻ. അതുപോലെ എടുത്ത് എഴുതാനല്ല, ഇവിടെ മഅറൂഫായ ഫിഅലാണ് തന്നിട്ടുള്ളത്. ഹബസ എന്നും യസ്റഉ എന്നും. ഈ ഹബസനെ എന്തിനും മഅറൂഫാണ്, ഇപ്പോൾ മാദി മജ്ഹൂലാക്കണം. യസ്റഉ എന്നുള്ള മുലാരി മഅറൂഫിനെ മുലാരി മജ്ഹൂലാക്കണം. എങ്ങനെ ആക്കുക? അതെ മാദി മഅറൂഫിനെ മാദി മജ്ഹൂലാക്കൽ എങ്ങനെ? ആദ്യത്തെ അക്ഷരത്തിനേക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനേക്ക് കെസ്റും കൊടുക്കും. അപ്പോൾ എന്താവും? ഹുബിസ, ഇവിടെ എന്ത് രീതി കൊടുക്കാം? ഹുബിസൽ ലിസു അല്ലേ, കള്ളൻ അറസ്റ്റിലാക്കപ്പെട്ടു, അറസ്റ്റിലായി എന്നൊക്കെ. യസ്റഉ മുലാരി മഅറൂഫാണ്. മജ്ഹൂൽ എങ്ങനെ ആക്കുക? ഈ ആദ്യത്തെ അക്ഷരത്തിനേക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തുഹും. അപ്പോൾ യുസ്റഉ അല്ലേ അൽ അർസു, എന്തായി നെൽ കൃഷി ചെയ്തു അല്ലേ, നെൽ കൃഷി ചെയ്തു പറഞ്ഞു. ഇനി അടുത്ത പേജിലുള്ള പ്രവർത്തനം നോക്കാം. ആറാമത് നഖറഉൽ ആയാതി താരിയത്തി വനഖുത്തു തഹ്തൽ ഫിഅൽ മജ്ഹൂലി. ഈ താഴെ കൊടുത്ത ആയത്തുകളൊക്കെ എന്ത് ചെയ്യുക? പാരായണം ചെയ്ത് ഓതിയിട്ട് മജ്ഹൂലായ ഫിഅലിൻ്റെ താഴെ വരയിടാണ്. ഒന്നാമത്തെ ആയത്ത് എന്താ? ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, മനുഷ്യൻ്റെ ധൃതിയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ ഫിഅൽ ഏതാ? ഖുലിഖ എന്നുള്ളത് അല്ലേ. നമ്മൾ പഠിച്ചതനുസരിച്ച് ആദ്യത്തെ അക്ഷരത്തിനക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനക്ക് എന്തുണ്ട്? കെസ്റുണ്ട്. അപ്പോൾ ഇത് മാദി മജ്ഹൂലായ ഫിഅലാണ്. അപ്പോൾ ഇതിന് താഴെ എന്താ വരിക?
രണ്ടാമത്തെ ആയത്ത് ഖുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ് അല്ലേ. ആദ്യത്തെ അക്ഷര ഇതിൽ ഏതാ മജ്ഹൂലായ ഫീൽ ഇതാണ്, മാദി മജ്ഹൂലായ ഫീൽ അല്ലേ. ആദ്യത്തെ അക്ഷരത്തിന് ളുമ്മും അവസാനത്തെ അക്ഷരത്തിന് എന്ത് അവസാനത്തിൻ്റെ മുൻപുള്ള അക്ഷരത്തിന് കസ്റുമാണ് ഇവിടെ. അപ്പോൾ ഖുത്തില മാദി മജ്ഹൂലാണ്. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ അല്ലേ. ഇത് ഉള്ള മജ്ഹൂലായ ഫീൽ ഏതാ? എത്ര ഉണ്ട്? ഒന്ന് യുഖ്ബലുണ്ട് അല്ലേ. ഏതാ? ആദ്യത്തെ അക്ഷരത്തിന് ളുമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഏതാ ഇവിടെ? ഫത്ഹാണ്. അപ്പോൾ ഏതാണ്ട് മാദിയോ മുലാരിയോ? അതെ, മുലാരി മജ്ഹൂലാണ് അല്ലേ. രണ്ടാമത്തെ നോക്കണേ യുഖദു, ഇതേതാ? അതെ, മുലാരി മജ്ഹൂൽ അല്ലേ. ആദ്യത്തെ അക്ഷരത്തിന് ളുമ്മും അവസാനത്തിൻ്റെ മുൻപുള്ള അക്ഷരത്തിലേക്ക് ഫത്ഹാണ്. അപ്പോൾ ഇത് മുലാരി മജ്ഹൂലായ ഫിഅലാണ് ഇത്. ഇനിയിപ്പോൾ ഈ പാഠത്തിൽ രണ്ട് കാര്യമേ പഠിച്ചുള്ളൂ, ആകെ രണ്ട് കാര്യം. ഒന്ന് ഫിഅലുകൾ എന്ത് മഅറൂഫുണ്ട് മജ്ഹൂലുണ്ട്. ഫിഅൽ മഅറൂഫുണ്ട് മജ്ഹൂലുണ്ട്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ എന്താ? മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഫായിലേക്ക് ചേർക്കപ്പെടുന്നത്, ഫിഅലിനെ അതിൻ്റെ ഫായിലേക്ക് ചേർക്കപ്പെടുന്നത്. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ഫിഅലിനെ അതിൻ്റെ ഫായിലേക്ക് ചേർക്കപ്പെടാത്തത്. ഓക്കെ അല്ലേ? പിന്നെ എങ്ങനെ മഅറൂഫായ ഫിഅലിനെ മജ്ഹൂലാക്കാം എന്ന് നാം പഠിച്ചു. എങ്ങനെ ചെയ്യൽ? അതെ, മാദിയിലാണെങ്കിൽ മാദി മഅറൂഫിനെ മജ്ഹൂലാക്കുകയാണെങ്കിൽ ആദ്യത്തെ അക്ഷരത്തിലേക്ക് ളമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് കസ്റും കൊടുക്കും. ഇനി മുലാരി മഅറൂഫായ ഫിഅലിനെ മജ്ഹൂലാക്കുകയാണെങ്കിൽ ആദ്യത്തെ അക്ഷരത്തിലേക്ക് ളമ്മും അവസാനത്തിൻ്റെ മുൻപുള്ള അക്ഷരത്തിലേക്ക് ഫത്ഹും കൊടുക്കും. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ആകെ ഈ പാഠത്തിൽ ഇതേ പറഞ്ഞിട്ടുള്ളൂ. ഇനി താഴെ എല്ലാവരും നോക്ക്, അൽ മുഅ്ജം അല്ലേ. ഈ കുറേ വാക്കുകളുണ്ട്, അതിൻ്റെ അർത്ഥം ഇതെല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നും എന്ത് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക, നമുക്ക് എല്ലാവരും കിട്ടുമല്ലോ ഇൻഷാ അല്ലാഹ്. മറ്റേ അടുത്ത മൂന്നാമത്തെ പാഠം അടുത്തൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.